ആ കണ്ടോ, ഇതാണ് എന്റെ വീട്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. എന്റെ ഉപ്പച്ചി കൂലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടി പറയണം, എന്നാലേ. കുഞ്ഞാപ്പു ജിദ്ദിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നാണ്, അല്ലാതെ നിങ്ങൾ ആരും പവർ കൊണ്ട് വന്നേ. എനിക്ക് എന്തേലും മുണങ്ങാൻ കിട്ടുള്ളൂ. ഇനി കുട്ടനോട് എനിക്ക് പറയാനുള്ളത്, കൂലി എത്രയെന്ന് ചോദിക്കുമ്പോ 15,000 അങ്ങനെ പറയാൻ നിക്കണ്ട. അടിപ്പൂക്കിട്ടിയ കാര്യം ഞാൻ ഏറ്റു. ആരാത്? എന്താ കുമാര? പട്ടി വല്ലാതെ കുറയ്ക്കുന്നുണ്ടല്ലോ. ഓ, ഇവിടെ പാട്ട് പാടാൻ വന്നതല്ല, പാട്ടയില് പെയിന്റ് പാർന്ന് അടിച്ചാൻ വന്നതാണ്. നടക്കേ ഇപ്പൊ ഞാൻ അതാ വന്നിക്കണല്ല. വന്നിട്ടെത്താ കാര്യം? ഓനോട് ഞാൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയോണ്ടാ. ബ്ലൂടൂത്ത് സ്പീക്കർ എന്ത് വാപ്പാന തഴക്കാണ്, പരലോകത്തുനിന്ന് പാട്ട്. അയ്യോ, നമ്മുടെ മുരളിയല്ലേ ഇരിക്കുന്നേ? മുരളി മോനെ, കുഞ്ഞാപ്പൂനെപ്പുള്ള പെയിന്റ് അടിക്കാരൻ നിക്കണേ. ഓൾട്ടെ, ഇതാണ് എന്റെ പണിക്കാര്. പിന്നെ ഇന്ന് ചെലവ് മാണ്ടി വരും. രാവിലെ 9 മണിക്ക് കടും ചായ, 10 മണിക്ക് കഞ്ഞി, ഉച്ചക്ക് കേൾക്കാനോ? ഇവിടെ വരി, ഇങ്ങോട്ട് വരി. ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ എടാ നീ ഇനി തിരിച്ചു പോണില്ലെന്ന് രുക്മിണി പറഞ്ഞല്ലോ, ശരിയാണോ? ശരിയാ. നീ കുമാരന്റെ കൂടെ എവിടേക്കാ പോയത്? അല്ല, ഈ സോപ്പും കമ്പിളി ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത് കമ്പിളി? നല്ല ചോറ്, നല്ല മീനും. ഇത് ഞങ്ങൾക്ക് എന്നും കിട്ടണേ. അല്ല, അപ്പൊ വൈകുന്നേരം ഒന്നും വേണ്ട? വൈകുന്നേരത്ത് പരമ്പര ചായ ഉണ്ടാക്കിക്കോ. നെക്കന്നെ ഇവിടെ തിന്നാൻ തന്നെ ലാഭം വെച്ച് കൂട്ടിക്കോ. ഞാൻ ചെറിയേട്ടാ, വലിയേട്ടാ, ഞാനിതാ വന്നു. 7 വർഷത്തെ വിദേശവാസത്തിന് ശേഷം എപ്പോഴും ഇങ്ങനെ പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കൈക്കല്. നാട്ടുകൾ വരുമ്പോ ഓരോ കൈക്ക സാധനം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായാലും മോട്ടിക്കായാലും കുൽസൂനായാലും മോറൊരു ചുളിനാണ്. ലിഫ്റ്റിക്ക് ഇടാത്തോണ്ടാണ്. ലിപ്സ്റ്റിക് ഇടാ. അവിടെ തണുപ്പുണ്ടെങ്കിലല്ലേ ഉള്ളൂ. മാത്രമല്ല എന്റെ നിറയെ സാധനങ്ങൾ ഈ കസ്റ്റംസുകാർ പിടിച്ചു. എനിക്ക് തരാതിരിക്കാൻ വേണ്ടി നീ നുണയൊന്നും പറയണ്ട. എന്റെ പണിക്കാർക്ക് ഒരു സാധനം ഞാൻ ഉണ്ടാക്കി തരൂല. എന്റെ പെങ്ങളാണ്. മോട്ടെ, എനിക്ക് മനസ്സിലായില്ല തോന്നുന്നുണ്ട്. എന്റെ പണിക്കാരടി ചെലക്കാരെ പോടാർന്നേ. പേടിക്കണ്ട, ഇതാ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇത് എന്ത് പറ്റി മോനെ നിനക്ക്? നീ പ്ലെയിനിൽ നിന്ന് നേരെ തെങ്ങിലോട്ട് ചാടിയോ? അനിയാ മുരളി, നീ താഴോട്ട് വാ. ചന്തിക്ക് അടിച്ചിക്കാണോ? ഞാൻ അൽഫാമ തിന്നണ വർക്കത്ത് കണ്ടാടി. ഓലക്കാ പുണ്ണാക്കാണ്. ആ കുഞ്ഞാ പുജ്ജ എടുക്കാ. ഞാനേ എന്റെ ചങ്ങായിമാരൊക്കെ ഒന്ന് കണ്ടിട്ട് വേഗം വരാം. ഇതിനൊട്ടും കനവില്ലല്ലോ മുരളി. ചെറിയേട്ടത്തെ ഒന്നും പറയാതിരിക്കുന്ന ഭംഗി. വഴിയിൽ വെച്ച് ഈ കസ്റ്റംസിന് സ്ക്വാഡുകാർ തടഞ്ഞു. എയർപോർട്ട് ടിക്കറ്റ് പിന്നുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിയരാം. പക്ഷെ എന്ത് വേണം, നമ്മൾ പറയണ പെയിന്റേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ പച്ചിനോടൊന്ന് പ്രസ് ചെയ്ത് പറയണം. എന്താ മോട്ടി അവിടെ ഒരു ഒച്ചപ്പാട്? അത് കുഞ്ഞു ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവാണോ മുരളി? ആവശ്യത്തിന് അനാവശ്യത്തിന് 100 കൂട്ടം കാര്യങ്ങൾക്ക് കുഞ്ഞാപ്പോ ഈ പെയിന്റിംഗ് ഏരിയ വന്നാണേ. കുഞ്ഞാപ്പോ പറയണേ ഓൽക്കും കൂട്ടക്കാർക്കും വെച്ചുണ്ടാക്കി കൊടുക്കണല്ലോ. എന്നെ കൊണ്ടാവില്ലട്ടോ പച്ചത്. വെച്ചുണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. അവർക്ക് ആ വീരാനെ വീടി പോയിക്കാണ്ട് പോരാട്ടൊക്കെ ആയിക്കോട്ടെ. ഇപ്പൊ മനസ്സിലായില്ല എനിക്ക് ഒരു പ്രവാസിന്റെ ഇടങ്ങാറ് എന്താന്നുള്ളത്. ആ ഇജ്ജ് എവിടക്കാച്ചാ പോയി കറങ്ങിട്ട് വാടാ. ഇവിടെ അങ്ങാടി ഉണ്ടോ? ആ ഞാൻ മടുത്തുപോയി. എന്താ അവിടുത്തെ ചൂട്, എന്താ അവിടുത്തെ വരണ്ട കാറ്റ്. മുറിയിലൊക്കെ AC ഉണ്ടെന്ന് എഴുതിയിരുന്നല്ലോ. മതി നടക്കേ, ഞാൻ പറഞ്ഞോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ പച്ച വന്നു. ആ വസ്ത്രം ഉണ്ടാവും ചർച്ചിക്കാണ്ട് പെയിന്റ് പണിക്ക് നിങ്ങൾ ആരും വരണ്ട. കത്തെഴുതാറുള്ള നിങ്ങള് എന്തിനീ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു? ആഹാ, അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത്? ആ, ഈ കുന്തത്തിന് ആരെങ്കിലും പിടിച്ചോണ്ട് പോ. എന്റെ ഔക്കുണ്ണിയോട് ഞാൻ എത്ര പറയാ. അല്ല എന്നിട്ട് ജിദ്ദിയിൽ എവിടെയാ നിക്കണേ? അവിടെ ഇപ്പച്ചേ, ഞങ്ങൾ പണിക്കാരൊക്കെ ഞങ്ങൾ വാങ്ങിയ പെയിന്റ് കൊണ്ടുവച്ച് ഞങ്ങൾ തന്നെ അടിച്ചാലാണ്. ആ പെയിന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ആ ഇന്ത്യ നിന്റെ തള്ള ദേവകി 3 മാസം രക്തവാദം പിടിച്ച് കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളൂ. അത് മറക്കണ്ട. മുരളിയുടെ അമ്മ എന്ന് പറഞ്ഞു. പോയി ഓന്റെ ആ കമ്മീഷൻ പരിപാടിക്കാണേ. ഞാൻ എന്റെ തന്തയാണ്, എന്റെ പേര് കോയാന്ന്. ഞാനൊരു പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരെന്താ പറഞ്ഞു കൊടുത്ത? സ്കൈലെക്സ്. ഞാൻ ഇംബാക്സിന്റെ വേറെ ഹൗസിൽ നടക്കണത്. അതിന്റെ ഡേറ്റ് എനിക്ക് അറിയില്ലേനേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരക്കാരുടെ സാധനത്തിന് പൂജയാണ് തീർത്തു കൊടുത്തില്ല. ആ
എല്ലാ ഡേറ്റ് പറയുന്ന ആളല്ലേ വരുന്നത്. അത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ പിടിച്ചോണ്ടുപോയി. ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി. 7 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ്. ആ കമ്പനിന്റെ പെയിന്റ് ആയിട്ട് ഇവിടെ അടിച്ചാൽ മതി. എന്നാ എന്റെ പേര് കുഞ്ഞാപ്പൂന്നാ. ഞാൻ ഈ കൊമ്പങ്കാട്ടിൽ ഉണ്ടായത് തന്നെ. ഇന്റെ വാക്കിലൊന്നും ഇവിടെ ഒരു വിലയില്ലേ? എന്ത് തേങ്ങ നിങ്ങൾ എന്റെ പണിക്കാരെ മുന്നിൽ വെച്ച് പറയണേ? വാർത്ത വാപ്പുട്ടി. പല്ല് പട്ടാനി പൊട്ടി. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയൊരു ഗൾഫുകാരനാ. എന്നാ സത്യം പറയാം, ആദ്യത്തെ 2-3 കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ എന്റെ ജോലി. നോക്കി നിൽക്കാതെ പുട്ടിട്ട് അടിച്ചാ പന്നോ പെയിന്റ് വല്ല വപ്പ് കൊളയില്ല. ഞാൻ പറഞ്ഞുതരാം. കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവിടെ നിക്കണം, നിന്നെ ഞാൻ അന്വേഷിക്കാത്ത നമുക്ക് പിന്നെ കാണാം. ഒരു കടുപ്പത്തിലെ ചായ. അപ്പൊ എനിക്ക് ലൈമൊന്നും വേണ്ട. ലൈമ് വേണ്ട, പല്ല് കോച്ചാണ്. ബാബുട്ടിയൊക്കെ ഈ ജിദ്ദയിലെ ഇംബെക്സിന്റെ വെയർ ഓഫ് ആര് ഹംസയാ? ഞാൻ മുരളിനെ അന്വേഷിച്ച് പുറത്തു പോയി തറഞ്ഞു. ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല. ക്ലബ്ബിൽ പോയി, വായനശാലയിൽ പോയി, ഇന്നലെ രാത്രി വന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൈലക്സ് എന്ന് പറഞ്ഞ പെയിന്റ്. ഇതായിട്ട് അടിച്ചാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിച്ചോളി, അല്ലെങ്കിൽ കുടിക്ക് പോയിക്കോളി. എല്ലാവരും എല്ലാ കുറി ഇങ്ങനെ നനച്ചുളിക്ക് മാറ്റി അടിച്ചാലുള്ള പൈസ കോയിന്റ് നടക്കണ്ട. അതിന്റെ ഡേറ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം? അറിയോന്നോ? ഇംബക്ഷന്റെ കിട്ടി. കുപ്പി എനിക്കല്ല, ആ തഹസിൽദാർക്ക് കൊടുക്കാൻ. അയാളെ കൊണ്ട് ഒരു കാര്യം സാധിക്കാനുണ്ട്. കുപ്പിയൊന്നും വാങ്ങിച്ചില്ല അമ്മാവ. പിന്നെ എന്ത് പിണ്ണാക്കാടോ താൻ 7 കൊല്ലം കൂടിയിട്ട് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കൈലക്സ് പറഞ്ഞ പെയിന്റ് അടിച്ചത്. ഇത് അടിച്ചാൽ കുറച്ച് കാലം അവിടെ ഉണ്ടാവും. എന്തായിരുന്നു? പൊളിക്കുന്ന അറിയണേ. ആ, അതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് അൽക്കുമറയിലെ അവിടെ ജനുവരി 8, 9, 10 70% വരെ ഡിസ്കൗണ്ടിലല്ലേ സാധനങ്ങൾ കൊടുക്കണത്. അതിന്റെ ആ കമ്മീഷൻ പരിപാടി ഇന്ത്യ അടുത്ത് നടക്കൂല. ഇതിന്ന് വല്ല കൂപ്പണും കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടേക്കൊണ്ടു. ആ കുഞ്ഞാപ്പോ, ഒരു കാര്യം കൂടി പറയാണ്ട്, എനിക്ക് കൂലി ഉണ്ടാവില്ല. ഇലക്ട്രോണിക് സാധനങ്ങളും ഹോം അപ്ലയൻസസും പല്ല പറഞ്ഞ പല്ല് തെറിച്ചു. അതാ നിങ്ങളൊക്കെ പിന്നെ എന്ത് ഗൾഫേരാ ഒന്നും അറിയില്ല. ഈ പെരീന്നല്ലാണ്ട് പുറത്തേക്ക് ഇറക്കാണ്. ഇന്ന രാസക്കാരന് പറ്റാ കേട്ടോ. എടാ ഈ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കുറെ കാലത്തിന് പണി ഉണ്ടാവില്ല. നീച്ച് പോരാ കാളെ കൊടുക്കും. കൂലില്ല, തിന്നാനും ഇല്ല കമ്പനി. വന്നപ്പോ കൊണ്ടുവന്നു. അല്ല മുരളി, മുരളിക്ക് മുരിങ്ങയിലത്തോരൻ ഇഷ്ടമല്ലേ? അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? പരിപാടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും സാധനം ആ വഴിയുണ്ട്. നമ്മളെ ഫയാസ് 12-ാം തീയതി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഓനോട് സാധനങ്ങളൊക്കെ കൊടുത്തു വിടാൻ പറയാം. പോരെ? ആ കുഞ്ഞാപ്പോ, ഇന്നലെ അന്തിക്ക് എന്തായിരുന്നു ഒരു ഒച്ച കേട്ടു. പറഞ്ഞ പോലെ അബ്കാരി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോ വലിയേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്ന്. ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് വെച്ചു. അതേതായാലും വളരെ നന്നായി. പിന്നെ അത്ത് തേക്ക് ഇവിടെ പണിയെടുക്കണ്ട ആവശ്യം. ആ ലാത്രാക്കലെ പെരിക്കലും പോരടാ. അവിടുത്തെ കഞ്ഞേലിട്ടു പോട്ടെ. പല്ലേക്കണ പ്രശ്നം എടുത്താ ചോദിക്കുവരത്. ചെങ്കള നമ്മൾ ഇന്ന് വലിയേട്ടുള്ളപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ. മുരിങ്ങാത്തോന്നെ എനിക്ക് ഇഷ്ടം കേട്ടോ. അത് ഇന്നലെ ഉമ്മമ്മേ ശവായാണ് പറഞ്ഞാണ്ട് എന്റെ ചന്തിക്കൊന്ന് കടിച്ചു തന്നെ. ഓളാണെങ്കിൽ അവിടുത്തെ കടിച്ചോളൂ. ചന്തിക്ക് കടിച്ച വാർത്ത മാത്രമേ ഇതിൽ എഴുതാനുള്ളൂ.